അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ പുതുതായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. ഈ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് മലർ പഠിക്കുന്ന സ്കൂളിലേക്ക് ഒരു കാറ് വരുന്നതാണ്. സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. കാറ് ഉള്ളിലേക്ക് പ്രവേശിക്കും. കാറിൽ നിന്ന് ഇറങ്ങുന്നത് സിദ്ധുവും ചന്ദ്രികയും മഹേന്ദ്രൻ സാറുമാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം മഹേന്ദ്രൻ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ചന്ദ്രികയെ, ഇവിടുത്തെ പ്രിൻസിപ്പാൾ എൻ്റെ ആളാണ്. ഇന്ന് തന്നെ അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാം. അപ്പോൾ ചന്ദ്രിക സന്തോഷത്തോടെയും നന്ദിയോടെയും അതെ എന്ന് പറയാണ്. എന്നാൽ ഇവർ 3 പേരും സ്കൂളിലേക്ക് വരുന്നത് കുറച്ച് ദൂരെ നിന്ന് മഹേഷ് കാണുകയാണ്. അവൻ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയാണ്, മഹേന്ദ്രൻ, സിദ്ധു, ചന്ദ്രിക, ഇവർ 3 പേരും എന്തിനാ സ്കൂളിലേക്ക് വരുന്നത്? എന്തിനായിരിക്കും അവൻ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പുറത്ത് മഹേന്ദ്രനും സിദ്ധുവും ചന്ദ്രികയും സ്കൂളിലേക്ക് കയറി ചെന്ന് ഒരു സ്റ്റാഫിനോട് ചോദിക്കുകയാണ്, പ്രിൻസിപ്പാളിനെ കാണണം, മഹേന്ദ്രൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. അപ്പോൾ സ്റ്റാഫ് ഓക്കെ എന്ന് പറയും. ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകും. പിന്നെ കാണിക്കുന്നത് മേഘയും പ്രിയയും ഒരു ടെക്സ്റ്റൈൽസിൽ നിൽക്കുകയാണ്. മേഘ ഫോൺ എടുത്ത് ആർക്കോ ഫോൺ ചെയ്യുകയാണ്. മേഘ ഫോണിൽ, മനീഷ്, ഞാൻ പ്രിയയും കൂട്ടി ഇവിടെ വന്നിട്ടുണ്ട്, നീ എവിടെയുണ്ട്? അപ്പോൾ മനീഷ് അപ്പുറം നിന്ന് പറയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇതാ വരുന്നു. ഉടനെ അങ്ങോട്ടേക്ക് മനീഷ് വരികയാണ്. ഹായ് പ്രിയ. അപ്പോൾ പ്രിയയും ഹായ് പറയും. അപ്പോൾ മനീഷ് പ്രിയയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് അവൾക്കൊരു ചോക്ലേറ്റ് സമ്മാനിക്കുകയാണ്. പ്രിയ മേഘയെ നോക്കും, വാങ്ങണോ വാങ്ങണ്ടേ എന്ന രീതിയിൽ. മേഘ വാങ്ങിക്കോ എന്ന് സമ്മതം കൊടുക്കുകയും ചെയ്യും. പ്രിയ അത് വാങ്ങി താങ്ക് യു അങ്കിൾ എന്ന് പറയും. അപ്പോൾ മനീഷ് പറയും, അങ്കിൾ എന്ന് എന്നെ വിളിക്കരുത്, വേറെന്താ വിളിക്കുക? പ്രിയ ചോദിക്കും. അപ്പോൾ മനീഷ് എന്തോ പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇടയിൽ കയറി എന്താ മനീഷ് എന്ന് പറഞ്ഞ് മേഘ നിർത്തുകയാണ്. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നോക്കി നിൽക്കും. അല്പനേരം മിണ്ടാതിരുന്ന മനീഷ് തുടരുകയാണ്. അപ്പം പ്രിയയോട് പറയാണ്, നീ എൻ്റെ പേര് വിളിച്ചോ? അപ്പോൾ പ്രിയ പറയും, നിങ്ങൾ വലിയ ആളാണ്, പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളെ പേര് വിളിക്കും? അപ്പോൾ മനീഷ് പറയാണ്, എൻ്റെ പേര് മനീഷാണ്, നീ മനീഷി എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ പ്രിയ പറയാണ്, ഇല്ല ഞാൻ അങ്ങനെ വിളിക്കില്ല, ഞാൻ അങ്കിൾ എന്ന് വിളിച്ചോളാം. അപ്പോൾ മനീഷ് പറയും, നീ അങ്കിൾ എന്ന് മാത്രം എന്നെ വിളിക്കരുത്. അപ്പോൾ ഇതെല്ലാം കണ്ടു നിന്ന മേഘയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മേഘ ഇടപെടുകയാണ് അതിൽ. എന്താ മനീഷ്, അവൾ അങ്കിൾ എന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ മനീഷ് പറയാണ്, എന്താ മേഘ, പ്രിയ എങ്ങനെ എന്നെ അങ്കിൾ എന്ന് വിളിക്കും? എന്നിട്ട് മനീഷ് പ്രിയയുടെ തോളിൽ കൈവച്ച് ഒരു ദയനീയ അവസ്ഥയിൽ പറയാണ്, പ്രിയ, നീ എന്നെ മനീഷ് എന്ന് വിളിച്ചാൽ മതി. പ്രിയ ഇത്തവണ എന്ന് പറഞ്ഞ് സമ്മതിക്കും. എന്നിട്ട് ചിരിച്ചുകൊണ്ട് മനീഷ് പറയാണ്, അമ്മ എന്നെ പറ്റി നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും, നിനക്ക് എന്തെല്ലാം വേണം അതെല്ലാം ഇന്ന് ഞാൻ നിനക്ക് വാങ്ങിത്തരും. അപ്പോൾ പ്രിയ ചോദിക്കാണ്, നിങ്ങൾ എന്തിനാ എനിക്കെല്ലാം വാങ്ങിത്തരുന്നേ? നിങ്ങൾ എൻ്റെ ആരാ? ഒരു നിമിഷം മനീഷിന് ഉത്തരം മുട്ടി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ മറുപടി ഇങ്ങനെ പറയാനാണ് ആഗ്രഹിച്ചത്, ഞാൻ നിന്റെ ആരെന്നോ? ഞാനാണ് നിന്റെ പപ്പ. നിന്റെ മമ്മി എന്നെ അത് പറയാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ അവനത് അങ്ങനെ പറയാതെ പ്രിയയോട് പറയാണ്, ഞാൻ നിന്റെ മമ്മിയുടെ ഫ്രണ്ടാണ്, സോ ഇന്ന് വാങ്ങിത്തരുന്നതെല്ലാം എൻ്റെ ഗിഫ്റ്റാണ് എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവളുടെ കയ്യും പിടിച്ച് 3 പേരും മുന്നോട്ടേക്ക് നടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മലറിൻ്റെ സ്കൂളിലെ ഓഫീസാണ്. ആ സ്റ്റാഫ് പ്രിൻസിപ്പാളിനോട് പോയി പറയാണ്, സാർ നിങ്ങളെ കാണാൻ മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ പറയും, അകത്തേക്ക് വരാൻ പറയൂ. ഓക്കെ സാർ. അപ്പോൾ അവർ പോയി മഹേന്ദ്രനോട് പോയി പറയാണ്. അത് കേട്ടതും മഹേന്ദ്രനും സിദ്ധുവും ചന്ദ്രികയും ഉള്ളിലേക്ക് പോവുകയാണ് പ്രിൻസിപ്പളുടെ ഓഫീസിലേക്ക്. അവരെ കണ്ടതും പ്രിൻസിപ്പൾ നല്ല പരിചയമുള്ള ഭാവത്തിൽ സീറ്റിൽ നിന്ന് എണീറ്റ് അയാൾ പറയാണ്, ഹായ് മഹേന്ദ്ര, വാട്ട് എ സർപ്രൈസ്, നീ എന്താ എന്നെ കാണാൻ വന്നിരിക്കുന്നത്? അവർ രണ്ടുപേരും പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. എന്നിട്ട് ഇരിക്കാൻ പറയും. എല്ലാവരും അവിടെ ഇരിക്കും. പിന്നെ മഹേന്ദ്ര, എന്താ വിശേഷം? അപ്പം മഹേന്ദ്രൻ, സുഖാണ്, നിനക്കെങ്ങനെയുണ്ട്? വളരെ നല്ലത് എന്ന് അയാൾ പറയും. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്നിട്ട് ബാക്കിലിരിക്കുന്ന സിദ്ധാർത്ഥിനെ ചൂണ്ടിക്കാണിച്ച് പറയാണ്, നിനക്ക് ഈ സിദ്ധാർത്ഥിനെ അറിയില്ലേ? എന്നിട്ട് ചന്ദ്രികയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ഇത് ചന്ദ്രിക, എൻ്റെ മകൾ. പെട്ടെന്ന് ചന്ദ്രികയും സിദ്ധുവും എല്ലാവരും അത്ഭുതത്തോടെ മഹേന്ദ്രൻ സാറിനെ നോക്കുകയാണ്. അപ്പോൾ ഉടനെ മഹേന്ദ്രൻ സാർ പറയാണ്, അല്ല മകളെ പോലെയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ ചോദിക്കും, എന്താ പ്രശ്നം? എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് ഫോണിൽ പറഞ്ഞല്ലോ. അതെടാ, ഈ ചന്ദ്രികയുടെ മകള് മലർ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. പേര് മലർ. ചന്ദ്രിക ഒരു ഡിവോഴ്സിങ്. അവളുടെ എക്സ് ഹസ്ബൻഡ് മഹേഷ്, അവനിപ്പോൾ ഈ സ്കൂളിലാണ് ജോലി ചെയ്യുന്നു എന്നറിഞ്ഞു. എന്നിട്ട് മഹേഷിൻ്റെ പൂർവ്വകാല ചരിത്രമൊക്കെ പറയാണ്. ചന്ദ്രികയെ ഉപദ്രവിച്ചതും താലി പൊട്ടിച്ചെറിഞ്ഞതും കോടതിയിൽ നിന്ന് വിവാഹമോചനത്തിന് അനുമതി കൊടുത്തതും
എന്ന് വേണ്ട എല്ലാ മഹേഷിൻ്റെ ഇതുവരെ ഉണ്ടായ ക്രൂരതകളെല്ലാം ആ പ്രിൻസിപ്പളിനോട് പറയാണ്. കേട്ടതും പ്രിൻസിപ്പൾ പറയാണ്, ഇങ്ങനൊരു ക്രിമിനൽ എൻ്റെ സ്കൂളിൽ ജോലി ചെയ്യുന്നു എന്നോ? ഇന്ന് തന്നെ മഹേഷിനെ ഞാൻ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. എന്നിട്ട് ഫോൺ എടുത്ത് അയാൾ സ്റ്റാഫിനെ വിളിക്കുകയാണ്. ആ ഒന്ന് റൂമിലേക്ക് വാ. പിന്നെ കാണിക്കുന്നത് അതിനു മുമ്പ് ഒരു കാര്യം, എനിക്ക് ചാനലിന് ലൈക്ക് വളരെ കുറവാണ്, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ്. പറ്റുന്നവർ കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ കാണിക്കുന്നത് മനീഷും പ്രിയയും മേഘയും ടെക്സ്റ്റൈൽസിലാണ്. ആ ടെക്സ്റ്റൈൽസിലുള്ള ഒരു സ്റ്റാഫ് വന്ന് ചോദിക്കും, എന്താ മാഡം വേണ്ടേ? അപ്പോൾ മേഘ പറയാണ്, ഇവൾക്ക് കുറച്ച് വെസ്റ്റേൺ മോഡൽ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുമോ? അപ്പോൾ ആ സ്റ്റാഫ് ഓക്കെ പറയും. എന്നിട്ട് മേഘ പ്രിയയോട് പറയാണ്, പ്രിയ നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സെല്ലാം നീ സെലക്ട് ചെയ്ത് വെച്ചോ, അമ്മ ഇപ്പോൾ വരാം. അപ്പോൾ പ്രിയ ആ ശരി എന്ന് പറയും. അപ്പോൾ പ്രിയയെയും കൂട്ടി ആ സ്റ്റാഫ് ഉള്ളിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് മേഘയുടെ മുഖഭാവം മാറുകയാണ്. എന്നിട്ട് മനീഷിനോട് പറയാണ്, നോക്കൂ മനീഷ്, ഇതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഇനി മേലിൽ പ്രിയക്ക് അത് വാങ്ങിത്തരാ ഇത് വാങ്ങിത്തരാ എന്ന് പറഞ്ഞ് വിളിക്കരുത്. അവൾ എന്ത് ചോദിച്ചാലും എന്നെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റും. നീ വാങ്ങിക്കൊടുത്തിട്ട് അവൾക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ മഹേഷ് പറയാണ്, ഇത്ര വർഷമായിട്ട് എൻ്റെ മകളെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അവൾക്ക് ആഗ്രഹമുള്ള ഒന്നും എനിക്ക് വാങ്ങി കൊടുക്കാൻ പറ്റില്ലേ? അവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ? എന്താ ഇങ്ങനെ ഒരു ഇമോഷൻ ഇല്ലാത്ത സ്ത്രീയായി മാറി നീ? അപ്പോൾ മേഘ പറയാണ്, നീ ഇങ്ങനെ പ്രിയക്ക് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് സംശയം വരും. നീ ആരാണെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ വരും. അപ്പോൾ മനീഷ് പറയാണ്, നീ എന്നെ അപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ പ്രിയ അനുസരിക്കാതിരിക്കുമോ? അത് കേട്ടതും മേഘക്ക് വളരെ ദേഷ്യം വരികയാണ്. അവൾ പറയാണ്, കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്തിനാ നീ പഴയതൊക്കെ ഓർക്കുന്നേ? ഞാൻ വേറൊരു ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ പുച്ഛത്തോടെ പറയാണ്, ആ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനവും ഇല്ല. ആവശ്യമില്ലാതെ എന്നെ ശല്യം ചെയ്യരുത്. പ്രിയ നിന്റെ മകളാണെന്ന് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചതാ. പക്ഷേ എങ്ങനെയോ നീ അറിഞ്ഞു. ഇറ്റ്സ് ഓക്കെ. നീ ദൂരെ നിന്ന് പ്രിയയെ കണ്ടോ? അവളോട് അധികം ക്ലോസ് ആയി പെരുമാറല്ലേ? അപ്പോൾ മനീഷ് പറയാണ്, നീ പറയുന്നത് കേൾക്കുമ്പോൾ നിന്നോട് എനിക്ക് ഭയങ്കരമായ ദേഷ്യമാണ് വരുന്നത്. പക്ഷേ അത് കാണിക്കേണ്ട സ്ഥലം ഇതല്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പ്രിയ വരികയാണ്. അമ്മേ, ഈ ഡ്രസ്സ് എനിക്ക് രസമുണ്ടാകും അമ്മേ. കൂടെ ആ സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫിൻ്റെ കയ്യിൽ ഒരു 4-5 ഡ്രസ്സ് വേറെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റാഫ് പറയാണ്, മാഡം ഇവൾക്ക് ഈ എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്താ പ്രിയ, എന്തിനാ ഇത്ര ഡ്രസ്സ് എടുത്തേ? അപ്പോൾ പ്രിയ പറയാണ്, എല്ലാ ഡ്രസ്സും എനിക്ക് നല്ല ഇഷ്ടമായി, വാങ്ങി താ അമ്മേ. അപ്പോൾ മേഘ പറയാണ്, വേണ്ട വേണ്ട, ഒന്ന് മതി. അപ്പോൾ മനീഷ് ഇടപെട്ട് കണ്ട് പറയും, അവൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ, എല്ലാ ഡ്രസ്സും എടുത്തോട്ടെ. എന്നിട്ട് ആ സ്റ്റാഫിനോട് പറയാണ്, നിങ്ങൾ പോയി ആ എല്ലാ ഡ്രസ്സിനും ബില്ലടിച്ചോളൂ. അപ്പോൾ അവർ ഓക്കെ സാർ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. അപ്പോൾ മനീഷും മേഘയും തനിച്ചാവും അവിടെ. കുറച്ച് നേരം രണ്ടുപേരും ഒന്നും മിണ്ടാതാവും. പിന്നെ മനീഷ് ചോദിക്കുകയാണ്, മേഘ എൻ്റെ കൂടെ ഒന്ന് വാ. അപ്പോൾ ദേഷ്യത്തിൽ മേഘ ചോദിക്കുകയാണ്, എന്തിന്? മനീഷ് വാ എന്ന് പറഞ്ഞ് മുന്നോട്ടേക്കാണ് നടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മലറിൻ്റെ സ്കൂളിലെ ഓഫീസ് തന്നെയാണ്. ആ സ്റ്റാഫ് പ്രിൻസിപ്പാളിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ പ്രിൻസിപ്പാൾ ചോദിക്കുകയാണ്, ഇവിടെ മഹേഷ് എന്ന് പറയുന്ന ഒരാളെ ജോലിക്ക് എടുത്തിട്ടുണ്ടോ? അപ്പോൾ സ്റ്റാഫ് പറയും, അതെ. അവൻ്റെ പ്രൊഫൈല് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അവൻ ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ ഒരു യോഗ്യതയില്ലാത്ത ആളാണ്. അവനെ ഇപ്പോഴേ ഡിസ്മിസ് ചെയ്യണം. അവൻ എന്തൊക്കെ സെറ്റിൽമെൻ്റ് ഉണ്ടോ അതൊക്കെ ഇപ്പം തന്നെ കൊടുത്ത് ഇപ്പം തന്നെ പറഞ്ഞു വിടും. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ആ സ്റ്റാഫോട് പോവാണ്. എന്നിട്ട് മഹേന്ദ്രൻ സാറിനോട് പറയാണ്, ഡോണ്ട് വെറി മഹേന്ദ്രൻ, ഇനി മേലിൽ മഹേഷ് മലറിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പോൾ മഹേന്ദ്രന് എണീറ്റ് നിന്ന് അയാളുടെ കൈ പിടിച്ചുകൊണ്ട് പറയും, താങ്ക്സ് ചന്ദ്രമോഹൻ, താങ്ക്സ്. മലരും സിദ്ധും അയാളോട് താങ്ക്സ് പറയും. അവർ 3 പേരും ആ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് മഹേഷിനോട് ആ സ്റ്റാഫ് പറയുന്നതാണ്, മഹേഷ്, പ്രിൻസിപ്പൽ നിങ്ങളെ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ജോലി ചെയ്ത സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയിക്കോളൂ. അപ്പോൾ മഹേഷ്, മാഡം എന്താ ഈ പറയുന്നത്? എന്തിനാണ് എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നത്? നിങ്ങളെപ്പറ്റി ചന്ദ്രിക എന്ന് പറയുന്ന ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഹേഷ് ആകെ ഒന്നും കേട്ടും അവൻ്റെ മുഖത്ത് ദേഷ്യം ഇരമ്പിച്ച് കയറാണ്. എന്നിട്ട് ആ സ്റ്റാഫ് തുടരുകയാണ്, അതുകൊണ്ടാണ് പ്രിൻസിപ്പളെ നിങ്ങളെ ഉടനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. അപ്പോൾ മഹേഷ് ദേഷ്യത്തിൽ പറയാണ്, എന്താ മാഡം, ആരെങ്കിലും എന്നെ പറ്റി ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാമോ? എന്നെ വിളിപ്പിച്ച് എന്താ ഏതാ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ആ സ്റ്റാഫ് പറയും, പ്രിൻസിപ്പൾ പറഞ്ഞതേ എനിക്ക് ചെയ്യാൻ പറ്റൂ, ദയവ് ചെയ്ത് സെറ്റിൽമെൻറ്റ് വാങ്ങിപ്പോയിക്കോളൂ. അപ്പോൾ മഹേഷ് ദേഷ്യത്തോടെ മനസ്സിൽ പറയാണ്, ചന്ദ്രികേ, എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാൻ നീ മഹേന്ദ്രനെയും സിദ്ധുവിനെയും സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുവല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. മഹേന്ദ്രനെയും സിദ്ധാർത്ഥിനെയും കയ്യിൽ വെച്ച് എന്നോട് കളിക്കാൻ വരുവാണോ? നിന്നെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല.
നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാഫ് പറയാണ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിക്കോളൂ. അപ്പോൾ മഹേഷ് അവിടുന്ന് പോവും. പിന്നെ വീണ്ടും കാണിക്കുന്നത് മേഘയും മനീഷിനെയാണ്. അവർ ആ ടെക്സ്റ്റൈൽസിൽ തന്നെയാണ്. മേഘയും കൂട്ടി അവൻ സാരി സെക്ഷനിലേക്ക് പോവുകയാണ്. മനീഷ് അവിടെയുള്ള സ്റ്റാഫിനോട് ഞാൻ കാണിച്ചു തന്ന ആ ഡ്രസ്സ് ഇങ്ങതാ. അപ്പോൾ ആ സ്റ്റാഫ് ഒരു സാരി കൊടുക്കും മനീഷിന്. അത് മനീഷ് വാങ്ങി മേഘയ്ക്ക് കൊടുത്തിട്ട് പറയും, മേഘ ഈ സാരി എങ്ങനെയുണ്ട്? മേഘ അത് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് പറയും, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ മനീഷ് പറയും, നിനക്ക് വേണ്ടി വാങ്ങിയതാണ് ഞാൻ, എടുത്തോളൂ. അപ്പോൾ മേഘ പറയാണ്, എനിക്ക് വേണ്ട. എന്താ മേഘ, ഞാൻ വാങ്ങി തന്ന നീ വാങ്ങില്ലേ? അപ്പോൾ മേഘ ദേഷ്യത്തിൽ പറയാണ്, നോക്കൂ ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറയാണ്, എന്നോട് പഴയ മനീഷായി സംസാരിക്കരുത്, ഇടപഴകരുത്. നീ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി, ഞാൻ നിൻ്റെ ബോസ്, അത്ര മതി. ആ ഒരു ഡിസ്റ്റൻസ് നീ മെയിൻറ്റെയിൻ ചെയ്യ്, ഞാനും മെയിൻറ്റെയിൻ ചെയ്തോളാം. ഡ്രസ്സ് വാങ്ങി തരുന്നത്, ഗിഫ്റ്റ് വാങ്ങി തരുന്നത് എല്ലാം ഇന്നത്തോടെ നിർത്തിക്കോ. പിടി എന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കും. എന്നിട്ട് അവൾ ദേഷ്യത്തിൽ അവിടെ വിട്ട് പോവുകയാണ്. മനീഷ് ആ സാരിയിലേക്ക് കുറച്ച് നേരം നോക്കി നിൽക്കും. പിന്നെ കാണിക്കുന്ന രണ്ടുപേരും പ്രിയയും ആ ടെക്സ്റ്റൈൽസ് കൗണ്ടറിൽ എത്താണ്. അപ്പോൾ മനീഷ് പറഞ്ഞു, മേഘ ഒരു മിനിറ്റ്. എന്നിട്ട് മനീഷ് കുറച്ച് അപ്പുറം പോയി തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു ബൊമ്മ ഉണ്ട്. അത് പ്രിയക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയും, പ്രിയ നിനക്കിത് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പ്രിയ പറയും, നല്ല ഇഷ്ടപ്പെട്ട്. എന്നിട്ട് മനീഷ് സ്റ്റാഫിനോട് ഇതും ബില്ലാക്കാൻ പറയാണ്. ഇതൊക്കെ കണ്ട് മേഘ ആകെ കലി കയറി നിൽക്കുകയാണ്. മനീഷ് എന്തിനാ ഇതൊക്കെ? അപ്പോൾ അവൻ പറയാണ്, പ്രിയക്ക് ഇഷ്ടപ്പെട്ടല്ലോ, വാങ്ങട്ടെ. അവൻ പ്രിയയുടെ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കും. അവളാണെങ്കിൽ നല്ല സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അവർ 3 പേരും ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മനീഷ് ചോദിക്കുകയാണ്, പ്രിയ എല്ലാം ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പ്രിയ പറയും, എല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, മനീഷ് ഞങ്ങൾ പോട്ടെ? അപ്പോൾ മഹേഷ് പറയും, അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മൾ അവിടെ ഒന്ന് പോവാം. അപ്പോൾ മേഘ പറയും, റെസ്റ്റോറൻറ്റിൽ വന്ന് നിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിനൊന്നും എനിക്ക് ടൈമില്ല, വാ പ്രിയ പോവാം എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. പ്രിയ മനീഷിനോട് ബായ് പറയും. അവൻ തിരിച്ചും പറയും. അവർ പോകുന്നത് മനീഷ് നോക്കി നിൽക്കുകയാണ്. ഇടയ്ക്കിടെ പ്രിയയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് പ്രിയ മേഘയോട് സംശയത്തോടെ ചോദിക്കുകയാണ്, അമ്മേ ആരാണ് അയാൾ? എന്തിനാ എനിക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി തരുന്നത്? എന്തിനാ എന്നോട് ഇത്ര ഇഷ്ടം കാണിക്കുന്നത്? അപ്പോൾ മേഘ പറയാണ്, ഇഷ്ടമൊന്നുമല്ല പ്രിയ, കുട്ടികളെ അയാൾക്ക് ജനറലായി നല്ല ഇഷ്ടമാണ്. അതുപോലെ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങി തരുന്നത്. വാ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് പോവാണ്. എങ്കിലും അവൾ തിരിഞ്ഞ് മനീഷിനെ നോക്കുന്നുണ്ടായിരുന്നു. മനീഷാണെങ്കിൽ അതേ നിൽപ്പിൽ അവളെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വന്ന മഹേന്ദ്രനെയും സിദ്ധുവിനെയും ചന്ദ്രികയുമാണ്. മഹേന്ദ്രൻ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ചന്ദ്രികയെ നിനക്ക് സന്തോഷമായില്ലേ? ഇനി മുതൽ മഹേഷിന് ഇവിടെ ജോലിയേ ഇല്ല, അവൻ്റെ കണക്ക് ഇന്നത്തോടെ തീർത്തോളൂ. അപ്പോൾ ചന്ദ്രിക പറയാണ്, വളരെ സന്തോഷം സാർ, മഹേഷ് എൻ്റെ മോളെ മനസ്സ് മാറ്റുമെന്ന് എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ഇടപെട്ട് പറയാണ്, മലര് ചെറിയ കുട്ടിയല്ലേ, അവള് കുറച്ച് വലുതായ മഹേഷിൻ്റെ എല്ലാ സ്വഭാവവും അവൾക്ക് മനസ്സിലാവും. അതിനുശേഷം അവൾ തന്നെ അയാളെ വിട്ടു നിന്നോളും. ഇപ്പം അവൾക്ക് എന്താ മനസ്സിലാകുക? ചെറിയ കുട്ടിയല്ലേ, അതിനുള്ള വിവരമല്ലേ ഉണ്ടാവും. മഹേഷ് നല്ലൊരാളാണെന്ന് വിചാരിച്ച് അയാളോട് സംസാരിക്കുന്നത് അതാണ്. ഇതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ മഹേന്ദ്രന് ഒരു ഫോൺ വരികയാണ്. ഹലോ, പറഞ്ഞോളൂ സാർ. അപ്പോൾ ഫോണിൻ്റെ മറുതലക്കിൽ നിന്ന് ഒരാൾ പറയാണ്, നമ്മുടെ കേസിൻ്റെ വിഷയത്തിൽ ഇന്ന് ഹിയറിംഗ് ഉണ്ട്, ഒരു 10 മിനിറ്റ് കോടതിയിലേക്ക് വരാൻ പറ്റുമോ? ഉടനെ വരാം എന്ന് പറഞ്ഞ് മഹേന്ദ്ര സാറ് ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് സിദ്ധാർത്ഥിനോട് പറയാണ്, സിദ്ധാർത്ഥ് നിങ്ങൾ രണ്ടുപേരും ഓഫീസിലേക്കല്ലേ പോകുന്നത്? ഞാൻ കാർ എടുത്ത് അഡ്വക്കേറ്റിനെ കാണാൻ പോകണം. നിങ്ങൾ രണ്ടുപേരും ക്യാബ് വിളിച്ച് പോകുമല്ലേ? ഓക്കെ സാർ എന്ന് പറയും സിദ്ധു. രണ്ടുപേരോടും യാത്ര പറഞ്ഞ് മഹേന്ദ്ര സാർ അവിടുന്ന് പോവാണ്. സിദ്ധുവും ചന്ദ്രികയും മുഖത്തോട് മുഖം നോക്കും. അവർ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ചന്ദ്രിക ചോദിക്കും, സാർ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഒന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് ഉറപ്പായും അമേരിക്കയിലേക്ക് പോകണോ? അപ്പോൾ സിദ്ധു പറയാണ്, നീ പോകണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല ചന്ദ്രികയെ. നീ എന്നെ സ്വീകരിച്ചാൽ മാത്രം ഞാൻ ഈ നാട്ടിൽ നിൽക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അഥവാ ഞാൻ ഇവിടെ നിന്നാൽ അമ്മ വേറൊരു പെണ്ണിനെ കണ്ട് കല്യാണം കഴിക്കാൻ പറയും. അമ്മയെ വിഷമിപ്പിച്ച് എനിക്ക് ഒരുപാട് കാലം നിൽക്കാൻ പറ്റില്ല. ഒന്നാമത് ഞാൻ അമേരിക്കയിലേക്ക് പോയാൽ അമ്മ പിന്നെ എന്നെ ശല്യം ചെയ്യില്ല. അപ്പോൾ ചന്ദ്രിക പറയാണ്, നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് അറിയാം. എനിക്കിപ്പോൾ പുതിയൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. അവസാനം വരേക്കും ഞാൻ ഇങ്ങനെയേ ഉണ്ടാവും. എന്നെ ആലോചിച്ച് നിങ്ങളുടെ ജീവിതം കളഞ്ഞു കുളിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ദയവ് ചെയ്ത് നിങ്ങളുടെ അമ്മ പറയുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചോളൂ. അത് നിങ്ങളുടെ അമ്മയുടെ മനസ്സും സന്തോഷമാവും, നിങ്ങൾക്കൊരു നല്ല ജീവിതവും കിട്ടും. അപ്പോൾ സിദ്ധു പറയാണ്, പ്ലീസ് ചന്ദ്രികെ ആ ഒരു കാര്യം മാത്രം എന്നോട് പറയല്ലേ. എനിക്ക് കല്യാണം എന്നൊന്നുണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമേ ഉണ്ടാവൂ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അവസാനം വരെ മലരിനൊരു തുണയായിട്ട് ഞാനുണ്ടാവും. പിന്നെ കാണിക്കുന്നത് മഹേഷിന് സ്കൂളിൽ നിന്ന് ശമ്പളവും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നതാണ്. അവന് തൻ്റെ പേപ്പറിലേക്ക് നോക്കി പറയാണ്, ചന്ദ്രികെ നീ എൻ്റെ ജോലി കളഞ്ഞു അല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി.
ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. അടുത്ത എപ്പിസോഡിൽ കുറച്ച് പറയാം. സിദ്ധുവും ചന്ദ്രികയും മനീഷും നിൽക്കുന്നുണ്ട്. മനീഷ് ചോദിക്കുകയാണ് സിദ്ധുവിനോട്, ചന്ദ്രിക എങ്ങനെയാ? ആള് നല്ല കമ്പനി തരുന്ന ആളല്ലേ? അപ്പോൾ സിദ്ധു അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും. അല്ലല്ല, നിന്റെ കമ്പനിയിൽ നല്ലോണം ജോലി ചെയ്യുന്ന ആളാണെന്നാ ചോദിച്ചത്. എന്നിട്ട് ചന്ദ്രികയോട് വളരെ ദേഷ്യത്തിൽ പറയാണ്, നിനക്ക് വേണ്ടി അവനും അവന് വേണ്ടി നീയും സംസാരിക്കുന്നു. എന്താ അവൻ നിന്റെ ഭർത്താവാണോ? അപ്പോൾ തിരിച്ച് ചന്ദ്രിക ദേഷ്യത്തിൽ പറയാണ്, അതേടാ, ഇവൻ എൻ്റെ ഭർത്താവാണ്, അതിന് നിനക്കെന്താ? ഇത് കേട്ട് സിദ്ധാർത്ഥ് അങ്ങനെ തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന്. അടുത്ത ഒരു പുതിയ എപ്പിസോഡുമായി നാളെ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.